ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബീൻ സ്ക്വാഡ്. ഇന്ന് നമ്മളൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരും കളിക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് വിപ്പിംഗ് ക്രീമാണ്. ഇത് ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഷുഗർ, ബീറ്റ് ചെയ്യാനുള്ള ബൗള്, ഒരു ബൗളിൽ മിൽക്ക്, പിന്നെ സെറ്റ് ചെയ്യാനുള്ള ട്രേ, വാനില എസൻസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കളർ ടൊമാറ്റോ റെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ബ്രെഡ് സ്ലൈസ് ചെയ്യുക. വൈറ്റ് മാത്രമായിട്ട് നമ്മൾക്ക് എടുക്കാം. പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിൽക്കിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാ മിൽക്കാണ്, ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. അതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ അവിടെ ചേർത്തുള്ളത്. പിന്നെ ഫുഡ് കളർ, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫിയോണ തന്നെയാണ് ഇതിലും മിക്സ് ആക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ആക്കുക. വിപ്പിംഗ് ക്രീം ഞാൻ ഒരു 2 സ്പൂണൊക്കെയാണ് ഇവിടെ എടുത്തുള്ളത്. പിന്നെ അത് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ബൗളിൽ ഐസിങ് ഷുഗർ റെഡിയാക്കി വെക്കണം. പിന്നെ 3 സ്പൂൺ വിപ്പിംഗ് ക്രീം കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ബീറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഐസിങ് ഷുഗർ അതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടിയായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇത് പുഡിങ് ആണല്ലോ, കേക്കല്ലല്ലോ, അത് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഒന്ന് ലൂസാക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച ബ്രെഡിലേക്ക് ഇത് ഫസ്റ്റ് ലെയറാണ്, അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സെറ്റാക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് നമ്മളുണ്ടാക്കിയ മിൽക്ക് ബാറ്ററിലേക്ക് മുക്കിയിട്ട് സെക്കൻഡ് ലെയറും തയ്യാറാക്കുക. നിങ്ങൾക്ക് കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിൽ തന്നെ നിർത്തി വെക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കട്ടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ബാറ്റർ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ബാക്കി ആയതുകൊണ്ടാണ് ഞാൻ ഇത് മേലെ വെക്കുന്നത്. ശേഷം വിപ്പിംഗ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഫോക്ക് വെച്ചിട്ട് കളറിൽ മുക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെ കുടഞ്ഞാൽ മതി. ദെൻ ഡെക്കറേഷനായിട്ട് കാഷ്യൂനട്ടോ ബദാം അങ്ങനെ എന്താണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അഡീഷണലാണ്, വേണമെന്നൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്യൂനട്ടോ ബദാമുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രിങ്കിൾസ് ഒന്നും വേണമെന്നില്ല കേട്ടോ. സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് കിട്ടും.
ഇപ്പം കുട്ടികളെല്ലാവരും കളിക്കുകയാണ്. അപ്പം ഞാൻ അവരെ വിളിക്കാൻ പോവാണ്. അവർ ഭയങ്കര കളിയിലാണ്. അപ്പം അവർ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കേക്ക് സെറ്റായിട്ടുണ്ടാവും. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് 2 മണിക്കൂറൊക്കെ വെച്ചത്. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Please subscribe our channel, like and share. Bye bye.